ഇതൊക്കെ ആവശ്യത്തിനറിയോ? അല്ല, നമ്മൾ ഒഴുകാതിരിക്കാനാണ്. അതിന് സയന്റിഫിക് ആയിട്ട് കക്കിട്ടാലും അതൊന്നും പുറത്തേക്ക് മണ്ണിലൂടെ വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ പെട്ടിയിൽ കഴിയുന്നു നല്ല കനമുള്ള പെട്ടി വേണമെന്നാ പറഞ്ഞു. അവരുടെ പെട്ടി എന്താ പറഞ്ഞാൽ അവർക്ക് അച്ഛന്മാരൊക്കെ പറയണത് ഇത് ഒരു സ്ഥലത്ത് തന്നെയാണ് കുടുംബ കല്ലറയാണ് വേണ്ടത്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഇടുമ്പോ അതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരാതിരിക്കണം. അപ്പൊ അത് നല്ല പെട്ടിയിലാക്കി ക്ലോസ് ചെയ്ത് അടച്ചു വയ്ക്കും. പിന്നെ എന്തുകൊണ്ട് കുഴിച്ചിടണമെന്ന് ചോദിച്ചാൽ അതിന് 3-4 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അനേക അണുക്കൾ. ഈ അണുക്കൾ നമ്മൾ മരിച്ചാലും മരിക്കും, അവര് മരിക്കും. അവരെന്ത് ചെയ്യും? അവർ ജയിക്കാൻ തോന്നും. അവർ ജയിക്കുമ്പോൾ എന്താവും? അവർ പുഴുക്കളായി മാറും. അവരെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പ്രകൃതിയിലുള്ളതാണ്. അവരാവാത്തതിനുള്ള കാരണം എന്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോ വരെ എന്ത് ചെയ്യില്ല, അവരെന്നെ ജയിക്കില്ല. എന്തെങ്കിലും ഇളക്കം കണ്ട ഞാൻ എന്ത് ചെയ്യും? അപ്പൊ തന്നെ മെഡിസിനൊക്കെ അടിച്ച് അവനെ ഒതുക്കും. ഇവിടെ ഇരിക്കും, മര്യാദയ്ക്ക് ഇരുന്നോ. അല്ലെ, നമ്മുടെ വയസ്സായ അമ്മമാരൊക്കെ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ കിടക്കുമ്പോ കുറച്ചു ദിവസം വയ്യാണ്ട് കിടന്ന് എന്ത് സംഭവിക്കും? ശരീരം പൊട്ടാൻ തുടങ്ങും. എന്താ കാരണം? ആ ജീവന് അവിടെ കാഴ്ചയില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അതനുസരിച്ച് വേറെ ആൾക്കാര് കറക്റ്റ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ശരീരം കത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഈ അണുക്കൾക്കൊന്നും ഈ പ്രവൃത്തി ഉണ്ടാവില്ല. ഗുരു പറഞ്ഞത് നമുക്ക് എത്രയാണ്? ഈ 5 വായുക്കളെ കുറിച്ച് പറഞ്ഞു. അറിയോ 5 വായുകൾ? ഉദാനൻ, അപാനൻ, വ്യാനൻ, സമാനൻ, പ്രാണൻ. ഈ 5ഉം ഉള്ളതുകൊണ്ടാണ് ഒന്ന് മുകളോട്ട് താഴോട്ടൊക്കെ. ഈ 5ഉം അവിടെ പ്രവർത്തിക്കുന്നതാണ്. എവിടെ? നമ്മുടെ ശരീരം വിടുന്ന സമയത്ത്. അതില് 16 ദിവസം കഴിയുമ്പോൾ 2 എണ്ണം പോകുന്നതാണ്. ശരീരത്തിൽ പൂർണ്ണമായും മാറിപ്പോയി. പിന്നീട് വേണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് കേടുവരും. അതാണ് ഈ സൗദിയിൽ നിന്നും ഈ എംബാമിങ് ചെയ്ത് കൊണ്ടുവന്ന ശരീരം എന്താ അനങ്ങില്ല. എന്താ കാരണം? അതിൻ്റെ ഉള്ളിരിക്കുന്ന സകലതിനെയും നമ്മളെടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങാൻ എന്ത് സംഭവിക്കും? ഇത് ഡീക്കേ ചെയ്യും. ഇപ്പൊ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഒപ്പം തന്നെ ഈസ്റ്റർ പോലത്തെ സാധനങ്ങളൊക്കെ ആ ശരീരത്തിന്റെ സൈഡിലിട്ട് കൊടുക്കും. ഇത് തിന്നാൻ വേണ്ടി. അപ്പൊ അതിന്റെ സമയം കിട്ടാനും അതിന്റെ അർത്ഥത്തിൽ ഇത് പ്രവർത്തിക്കാനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുഴിച്ചിടുക. എന്നാൽ ഗുരുവിന്റെ അനുവാദത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ജീവനാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ്. ഗുരു പറഞ്ഞു ശരീരത്തിലൊന്നുമില്ല. പല വീടുകളിലും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ. അച്ഛൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. നാരായണന്റെ മക്കളോ അല്ല. അപ്പൊ അയാളെ വസീത്ത് ചോദിച്ചു, എന്താണ്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണെങ്കിലും മുൻ രാഷ്ട്രപതിയാണെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും ശാന്തിഗിരി പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ മക്കളെന്ത് പറഞ്ഞു? എന്ത് ശാന്തിഗിരി? എവിടുത്തെ ശാന്തിഗിരി? ആർക്കറിയാം? വേറെ പണിയൊന്നുമില്ലെന്നിട്ട് നമ്മളെ സമ്മതിച്ചു. ഇതാണ് നമ്മുടെ OV വിജയൻ സാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിനെ പാലക്കാട് കൊണ്ടുവന്നെങ്കിലും അവരുടെ തലമുറക്കാരൊക്കെ പറഞ്ഞു ഏത് ശാന്തിയിൽ ഞങ്ങൾക്കൊന്നും അമ്മാവനെവിടെയൊക്കെ പോയിട്ടാവുന്ന ഞങ്ങൾക്ക് അറിയില്ലാവും. നമ്മൾ പറഞ്ഞു ശരീരത്തിൽ നമുക്ക് എന്തില്ല, ഒരു കാര്യം ഞങ്ങൾക്ക് അതിലെ കാര്യമുള്ളൂ, ആ ജീവൻ. അതാണ് മുഖത്തുള്ള ഉത്തരം. എന്താ ഉത്തരം? ആ കുടുംബത്തില് ആണ് ഈ ജീവൻ കയറി നിൽക്കും. ഏത് ജീവൻ പോയാലും ക്വാണ്ടം തിയറി പ്രകാരം ഏത് ഊർജത്തിനാണോ അത് വന്ന് ആ ഊർജത്തിന് തിരിച്ചു. അത് ഗോത്രത്തിനാണ് വന്നെങ്കിൽ ആ ഗോത്രത്തിൽ തന്നെ പോയി നിൽക്കും. നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ പൊക്കഴിഞ്ഞാൽ പുഷ്പാഞ്ജലി എഴുതുന്ന നക്ഷത്രം വെച്ചിട്ടില്ല, ഗോത്രം ചോദിച്ചിട്ടാണ്. വിശ്വാമിത്ര ഗോത്ര കേട്ടിട്ടുണ്ടോ? അങ്ങനെ ശങ്കരാചാര്യ ഗോത്ര, അങ്ങനെ ഓരോ ഗോത്രം. അപ്പൊ ഈ ഗോത്രത്തിന്റെ തലവൻ ഇവരാണ്. ഈ എനർജിയിലേക്ക് ഇത് പോകും. ഇത് വരുള്ളൂ. അപ്പൊ ഈ ഊർജത്തിന്റെ കർമ്മത്തിൽ നിലനിൽക്കുന്ന ഇതിനെ അവിടെ നിന്ന് മാറ്റാനാണ് ഗുരു എന്ത് ചെയ്യുന്നത്? സങ്കല്പം ചെയ്യും. അപ്പൊ ഈ ഇതിൽ തന്നെ നിൽക്കുന്ന ഈ പറയുന്ന ഏത് ഗോത്രത്തിന്റെ തലവൻ അത് ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ചില ജനിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ അറിയാം, മിക്കവരും ചോദിച്ചിട്ടുണ്ടാവും, ശിഷ്യരെടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടാവും,
ഇങ്ങനെ അച്ഛൻ മരിച്ചിട്ട് ഇത്ര പോലെ എന്താ ഒന്നും ചെയ്യണ്ട, എന്താ കാരണം ജനിച്ചു. അതുപോലെ നിങ്ങളുടെ ഗോത്രത്തിന്റെ തലവിൽ നിൽക്കുന്ന ഏത് ഗോത്രത്താണോ ആ ഗോത്രത്തിന്റെ ഇത് ജനിച്ചു പോയിട്ടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? ശൂന്യമായിരിക്കും. അവിടെയും മോള് പറഞ്ഞ പ്രശ്നം എന്ത് വരും? കുടുംബത്തിന്റെ ഗതികേട് കയറി വരും. നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് ചില രാജകുടുംബമൊക്കെ തകർന്ന് തരിപ്പണാവും. ചിലപ്പോൾ നിങ്ങളെ തന്നെ കാണാം, നിങ്ങളെ തറവാടൊക്കെ നശിച്ച് നാരായണക്കല്ലാവും. ഇങ്ങനെ നല്ല തറവാടായിരുന്നു, പേരുകേട്ട തറവാട്. കേനാത്ത് ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിച്ചിട്ടായിരുന്നു. കേനാത്ത് വേണം, കേനാത്ത് മറ്റത്, കേനാത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരും കണ്ടല്ല. അതിന്റെ ഗോത്രത്തിൽ നിന്ന് സാധനം പോയിട്ടില്ല. തപ്പിട്ട് പൊടിയെ താഴേക്ക് വരും. നെഹ്റു കുടുംബം വരണവർ ഗുരു അന്ന് അവർക്ക് ലെറ്റർ എഴുതി. അപ്പൊ ആ നിൽക്കുന്ന ഏതൊന്നാണോ അത് അവിടെ ഇല്ലെങ്കിൽ, ആ ഗോത്ര തലവനായി നിൽക്കുന്ന അതില്ലെങ്കിൽ നിങ്ങളും പോകും. അവിടെ ആരെ നിർത്തണം? ഗുരുവിനെ പിടിച്ച് നിർത്താനുള്ള കഴിവ് നമുക്ക്. ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ ഒന്നിൽ കൂടെ കൊണ്ടുവരും. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഗുരുവാണി വായിച്ചിട്ടോ ഇവിടെ വായിച്ചിട്ടോ ഒന്നുമല്ല. ഈ സാധനം നമ്മൾ തള്ളിക്കൊണ്ടുവരും. ചന്ദ്രേട്ടനെ തള്ളി ഇവിടെ കൊണ്ടുവരും, ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവരും. ചന്ദ്രേട്ടൻ വിചാരിക്കും എന്ത് കണ്ടിട്ട് ഇവിടെ വന്നാൽ ഇവിടെ ശരിയല്ല, വന്ദർവാസ്വാമിയും ശരിയല്ല, ഇവിടെ ആയിരിക്കുന്ന അയാളും ശരിയല്ല, ബ്രജു ശരി, ആരും ശരിയല്ല. പക്ഷെ ഞാൻ എന്തോ അവിടെ വരുന്നു അതറിയില്ല, എനിക്കറിയില്ല. അതിനെ തള്ളിക്കൊണ്ടുവരും. അപ്പൊ ഈ ഇതിനെയാണ് ഗോത്രത്തിന്റെ തലവൻ എന്നത്. അപ്പൊ ഇതിലേക്ക് ലയിക്കുന്നെടുക്കുന്ന സമയമാണ് 41 ആണെങ്കിൽ 40 ദിവസം കൊണ്ടാണ് ഈ ഊർജം അവിടെ ഗുരുവിന്റെ ധർമ്മം കൊണ്ട് ഈ ജീവൻ എവിടേക്ക് മാറണം? മറ്റൊരു ഊർജമായി മാറും. അല്ലെങ്കിൽ ഈ ഗോത്രത്തിന്റെ താഴെ പോയി നിന്ന് ഇത് ചത്ത് കെട്ടുന്നത്. അതാണ് ഈ അമ്മ ജ്യോതിഷത്ത് പോയി പറഞ്ഞപ്പോ എന്താണ് പാമ്പിന്റെ നാഗശാപം. എന്താണ് നാഗശാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ നാഗന്മാരെന്ന് പറയുന്ന ഒരു മതം ഇവിടെ ഉണ്ടായി. അവർക്കൊരു ധർമ്മമുണ്ട്. അതിൽ ചിലപ്പോൾ വിശ്വസിച്ചു പോയ ഏതെങ്കിലും ഒരു പൃഥു പാവം ചത്ത് കെട്ടുന്നിട്ടുണ്ടാവും. അത് എങ്ങനെയും രക്ഷപ്പെടണം. അപ്പൊ അതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ആര് വേണം? ഗുരു വേണം, വേറെ ആരുമില്ല. ഇതാണ് നമ്മുടെ ഇവിടെ സിദ്ധ ശ്രീധരന്റെയും കാര്യം. ആ ജീവൻ 19 മണിക്കൂർ ഹടയോഗം ചെയ്തിട്ട് ആർക്കും അതിൻ്റെ ഒപ്പെത്താൻ പറ്റില്ല, തോട്ടാൻ പോലും പറ്റില്ല അവര്. അത് പക്ഷെ അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല, കുടുങ്ങിക്കിടക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഗുരു പറഞ്ഞത് നിന്റെ വീട്ടിൽ ഞാൻ നാളെ വരുന്നു. സുനിതരമായിട്ട് 50 പ്രാവശ്യം ഗുരുവിന്റെ ഫ്രണ്ട് പോയെന്നാലും ഗുരു വേണ്ട പറഞ്ഞത്, തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ അദ്ദേഹത്തിനെ കണ്ട മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് പറയാം ഞാൻ വരുന്നത് എൻ്റെ വീട്ടിൽ. എന്താണെന്ന് പറയാൻ കാരണം ഈ ഇത് കണ്ടിട്ട് ഇത് കുരുങ്ങി കിടക്കുന്നു. അപ്പൊ അതെന്ത് ചെയ്തു? ഈ കർമ്മത്തിലല്ലാതെ അവരുടെ വീട്ടിൽ മുഴുവൻ ഈ കുട്ടി പറഞ്ഞ പോലെ കുടുംബത്തിൽ ആസ്മ രോഗം കയറി കിടക്കും. അവരെയൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തി ഗുരു കാണിച്ചു. ഇതുപോലെ നമ്മുടെ ഉണ്ടോ? ഇതിൽ തന്നെ എത്ര പേർക്ക് അങ്ങനത്തെ രോഗമുണ്ടോ? എത്രയോ പേർക്ക്. ചിലവർ സംസാരിക്കില്ല, ചിലവർക്ക് ഇതുപോലത്തെ. ഇപ്പൊ ഇതിനെ ഒരു ഗുരുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് തിരുത്തിയെടുത്തേ വരും. അത് ഗുരുവിനെ സാധിക്കും. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക പൂജാതി കർമ്മങ്ങളും ചെയ്താൽ ഇതൊന്നും നടക്കില്ല. കാരണം എന്താ? ഈ